ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വിചാരിച്ചു നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ടു കോളേജ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാന്ന്, അങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട്, കാരണം അമ്മമ്മ താഴത്ത് പാട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ എന്തായിരുന്നു, അയ്യോ മറ്റേ ഇതില്ലേ, കർക്കിടക മാസത്തിൽ വെക്കുന്ന പാട്ട്, അത് ഒച്ചത്ത് വെച്ചിരിക്കണം. വാതിലടച്ചിട്ടാലും കേൾക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കേൾക്കും. അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. പക്ഷേ എനിക്കിന്ന് കോളേജിൽ പോകാൻ തീരെ താല്പര്യമില്ല, മടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ പറഞ്ഞു പോകണ്ടെന്നാന്ന്. ഇത്രയും സപ്പോർട്ടിങ് അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. പോകണ്ട പറഞ്ഞ, പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റൻഡൻസ് ഭയങ്കര കുറവാണ് ഗൈസ്, ഉള്ളി 45. അപ്പം നമുക്ക് പോകണം. ആൻഡ് കുപ്പായ ഏതാ പോലും ഇടാൻ എനിക്ക് അറിയില്ല, എന്തേലും ഇടണം. സോ ആദ്യം നമുക്ക് മാറ്റി തുടങ്ങിയിട്ട് എന്തേലും ഓർമ്മയിൽ വന്നാൽ ഇടാം. ഓക്കെ ഗൈസ്, നമുക്ക് എൻ്റെ സാധനങ്ങൾ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ്. കാരണം ഞാൻ പകുതി അമ്മേൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ പാത്രം കാണിച്ചിടാം. ഇതാണ് എൻ്റെ പാത്രം. അപ്പം ഇതിലുള്ള സാധനങ്ങൾ കുറച്ച് മുന്നിൽ കൊണ്ടുവച്ച്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും പ്ലം ആയിരുന്നു. പ്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പുതിയത് മേടിച്ചതാണ് ഇത്, ഡീകൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ മേടിച്ചു കൊണ്ടുവന്ന സാധനമാണ് ഇത്, പിക്സ്ഡെർമേൻ്റെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീമാണ് ഇത്. പക്ഷെ ഇത് എനിക്ക് ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് തോന്നി ഗൈസ്. എന്താ പറയുക, നല്ല വൃത്തിക്ക് തോന്നി. ടിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു വെളിച്ചമോ അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ ഞാനിത് ഇവിടെ വെച്ച്, കാരണം ഇനി അമ്മയ്ക്ക് കൊടുക്കാൻ വെച്ചു. ആദ്യം മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഇടാം. ആക്ച്വലി എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്, ബട്ട് അത് ഒറ്റയ്ക്കായിരിക്കുന്നേ ഉള്ളൂ, വല്ല കണ്ണാടി നോക്കിയിട്ടോ അങ്ങനെയൊക്കെ. ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം ഇന്ന് എൻ്റെ ഫ്രണ്ട് ലീവാണ്. കാരണം അവൾക്ക് എന്തോ പോകാനുണ്ട്, അവിടെ കൊച്ചിയിലെവിടെയോ പോവാണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇന്ന് ലീവാണ്. അല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കാറുണ്ട്. ഇതുവരെ ഞങ്ങൾ അങ്ങനെയാണ് എടുത്തത്, ഞാൻ ലീവ് അവൾ ലീവ്, അവൾ ലീവ് ഞാൻ ലീവ്. അപ്പം ഇന്ന് പക്ഷേ ഭയങ്കര അറ്റൻഡൻസ് കമ്മിയല്ലേ, അപ്പോൾ വിചാരിച്ച് ഇനി പോവാ, വെറുതെ കിട്ടുന്ന സാധനം പോക്കണ്ട വെച്ചു. അതുമല്ല, വീട്ടിൽ കുത്തിരുന്നാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല, ഫോണിൽ കളിച്ചിരിക്കുക ചെയ്യുക. വേറെ പ്രൊഡക്റ്റീവായിട്ടൊന്നും ഞാൻ ഇവിടെ ഒന്നും ചെയ്യാൻ പോണില്ല, പണിയും ഉണ്ടാവില്ല എനിക്ക്. അപ്പോൾ പിന്നെ കോളേജിൽ പോയിട്ട് അറ്റൻഡൻസ് കിട്ടുന്നതായിരിക്കും. അയ്യോ, ഞാൻ ഈ സൺസ്ക്രീം അല്ല യൂസ് ചെയ്ത്, ഞാൻ മറ്റേത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയൊക്കെ ഇടുക, ഞാൻ മറ്റേ 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പൊന്നും ഞാൻ ഇടില്ല. ആക്ച്വലി ഞാൻ ഇതിടില്ല കേട്ടോ. ഇപ്പം ഞാൻ അതുള്ളത് കൊണ്ട് എന്താ പറയാ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതാണ് ഇടല്. അയ്യോ, ലൈക്ക് ഫൗണ്ടേഷൻ്റെ കളർ നല്ല മണുവാട്ടോ. ഇത്രക്ക് മതി തന്നെ, ഓവറാ. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് ഒന്നാമത് അമ്മ പോണ്ട പറയുന്നത്. ഓക്കെ, എനിക്ക് ശരിക്കും ക്യാമറ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് ഞാൻ എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ, ഞാൻ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ.
വേറെ ഒന്നും ഞാൻ കാട്ടലില്ല. മീൻസ് ഒന്നുമില്ല, വേറെ ഒന്നും ഞാൻ കാട്ടലില്ല. ഇനി നമുക്ക് എന്താ, ഓക്കെ, ഇനിയും ഈ ഒരു സാധനമാണ്. ഇതെന്താ ചോദിച്ചാൽ എന്നോട് ചോദിക്കരുത്, പക്ഷെ ഇതിങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടാവും, ഞാൻ തേച്ചും കൊടുക്കാം. ഒന്നാമത് അങ്ങനെ ചെയ്യേണ്ടേക്ക് അറിയില്ല, പക്ഷെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് അമ്മ. അപ്പം പിന്നെ ഞാനും ആക്കി കൊടുക്കുന്നതാണ് കുറച്ച്. പിന്നെ ഒരു തീർന്ന ഫൗണ്ടേഷൻ ഉണ്ട്, അപ്പം അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കും. ഇത് ഫോറവറിൻ്റെ ഇട്ടാണ്. അപ്പോൾ കുറച്ച് അനിയത്തി മേടിച്ചപ്പോൾ അവളേന്ന് എടുത്തു കൊണ്ടുവന്നാണ്. പക്ഷെ നമ്മൾ മൊത്തം അവള് തരില്ല, അപ്പം ഞാൻ കുറച്ചു റാഞ്ചി കൊണ്ടുവന്നാണ്. ആക്ച്വലി കോളേജിൽ പോകുന്ന ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എന്തിനോ പോവുക. പിന്നെ ഇത്രയും മാറ്റിയിട്ടൊക്കെ പോകുന്ന വെച്ചാൽ നമ്മളെ സന്തോഷത്തിന് എന്തായാലും പോവല്ലേ. ഓക്കെ, അപ്പം ഞാൻ അത് തേച്ചു. നമുക്ക് ഇന്ന് കളറുള്ള ദിവസം മാത്രം കേട്ടോ ഞാൻ അങ്ങനെ ഒരുങ്ങുക. യൂണിഫോമിലൊക്കെ പോവുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെന്താ, ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. ഷുഗറല്ലേ? ഷുഗറാണ്. ഇത് ഞാൻ കുറച്ചിടുള്ളൂ, ഞാൻ വെറുതെ പേരിന്, നോക്ക് കണ്ടോ, പേരിന് ഇടുന്നു, ഇത്രയേ ഉള്ളൂ ഇടുന്ന. അപ്പൊ തന്നെ മനസ്സിലാക്കാം പേരാണ്. ഇത് എന്തായാലും കണ്ണാടി നോക്കിയിട്ടിടണം, കാരണം കണ്ണാടി ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് കണ്ണ് കാണുന്നില്ല. സത്യത്തിൽ കണ്ണ് കാണുന്നില്ല എനിക്ക്. എന്താ ചെയ്യുക, വയസ്സായി. നല്ല രസം ഉണ്ടാവില്ല, ഞാൻ പോകുമ്പോ മഴയും കൂടി പെയ്താ അങ്ങോട്ട് ഒലിച്ചു പോകും. ഓക്കെ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ, എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ആവൂലെന്നൊക്കെ തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഈ 2 പാലറ്റ് ഉണ്ട്, പക്ഷെ ഇത് ഞാൻ എല്ലാം അങ്ങനെ യൂസ് ഒന്നും ചെയ്യൂല. പിന്നെ വേറൊരു പാലറ്റ് ഉണ്ട്, അത് പക്ഷെ അമ്മേൻ്റെ അടുത്താണ്, പക്ഷെ അത് ഞാനൊന്നും യൂസ് ചെയ്യില്ല. ഞാൻ ഈ ഷേഡാട്ടോ എടുത്തതാ കാണാത്ത ഇത്. ഇവിടെ അങ്ങനെ വെയിലടിക്കുമ്പോൾ നല്ല രസം, പക്ഷെ ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ വന്നാലും ആ വെയിൽ അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ ഇപ്പം വെയിലും ഇല്ല, മഴയാ. എനിക്ക് ഈ ബ്രഷ് ഒന്നും ഇഷ്ടമല്ല, ബ്രഷിലൊന്നും കിട്ടില്ല. സംഭവങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ടോ താഴത്ത്? നല്ല രസം ഉണ്ടാവില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതായിട്ട്. എനിക്ക് അറിയൂല കേൾക്കുന്നുണ്ടോയെന്ന്, പക്ഷെ എന്തായാലും വേണ്ടിയില്ല, അതെന്തായാലും ഓഫാക്കൂല. ഫുള്ള് കേൾക്കണം എന്നൊക്കെയാ പറയാം. ഓക്കെ, ഇതിൽ ഞാൻ കാണുന്നില്ല, കുറച്ച് ആയിട്ടുണ്ട് തോന്നുന്നു. കുറച്ച് മതി നമുക്കല്ലേ പറയും പോലെ. കുറച്ച് ഗിൽട്ടർ, എന്താ ദുബായ് പറഞ്ഞൊരു ഷെയ്ഡാണ്, അത് നമുക്ക് കുറച്ച് വക്കത്തിട്ട് കൊടുക്കാം.
മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവരെന്തല്ലേ കാട്ടുക? എന്നെപ്പോലുള്ളവർ ഞാനിപ്പോൾ ഇത് മാത്രം ഇതൊന്നും എടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ എൻ്റെ അത്ര ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കണ്ണെഴുതുക. അതെനിക്ക് ഫോണിൽ നോക്കിയിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് കണ്ണാടി നോക്കിയിട്ട് എഴുതിയിട്ട് വരാം. അതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു തരാം. ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്. ഓക്കെ, പാത്രത്തിൽ കണ്ട് തീർന്നത് ഒക്കെ എവിടെയെങ്കിലും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് നിങ്ങൾക്ക് കോമഡി തോന്നും. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ മുന്നേ അങ്ങനെ വരച്ചിടും. ഇതിൽ നല്ല കോമഡി ഉണ്ട്. ഓക്കെ, നമുക്ക് കണ്ണെഴുതാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എപ്പം കണ്ണെഴുതിയാലും കണ്ണ് രണ്ടും രണ്ട് കണ്ണാവും. സോ നമ്മളത് നോക്കണ്ട. ഞാൻ എപ്പം കണ്ണെഴുതിയാലും അങ്ങനെയാണ്. നമ്മൾ ഈ ലിപ്സ്റ്റിക് അറിയില്ലേ, മാസിൻ്റെ ലിപ്സ്റ്റിക്കിനെ കൊണ്ട് തീർന്നിക്കുന്നത് അതിനെക്കൊണ്ട് ഒന്ന് പുറത്ത് വെറുതെ ഒന്ന് വരച്ചു കൊടുത്താൽ, ഉള്ളോട്ടാക്കിയിട്ടില്ല. നമുക്ക് വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് സ്റ്റുഡിയോന്ന് എടുത്താണ്. ഏതാണെന്ന് എനിക്കറിയില്ല. ഷെയ്ഡ് ഒക്കെ പോയിട്ടുണ്ട്. എല്ലിപ്പം നമുക്കറിയില്ലല്ലോ. ഫ്ലോ അടിച്ച ഒരു ന്യൂഡ് ഷെയ്ഡാ. ഇനി ആ ലിപ്സ്റ്റിക് ഇടിച്ചോണ്ട് ഇതിപ്പോ ഭയങ്കര ന്യൂഡാ. ഇതൊന്നല്ല എൻ്റെ ഷെയ്ഡ്. ഓക്കെ, ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡൻ്റെ മസ്കാരയാണ്. ഇത് കുറേ ഇത് തീർന്നുണ്ട്. ഞാൻ അമ്മ പുതിയത് മേടിച്ചപ്പോൾ അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിപ്പോൾ ഞാൻ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഗൈസ് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. സാരമില്ല, ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് എടുത്ത് ചെയ്ത്. ഓക്കെ, കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ട് ആക്ച്വലി ഇനിയിപ്പം ഒരു ലിപ്സ്റ്റിക് ഇടണം. ആ ഒരു ലിപ്സ്റ്റിക്ക് പറഞ്ഞാൽ അമ്മേൻ്റെ കയ്യിലാണുള്ളത്. അങ്ങനെ ഇപ്പം ലിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബ്ലഷ് ഞാൻ എപ്പോഴും ഇൻസൈറ്റിൻ്റെ ആണ്. കുറേ കാലമായിട്ട് ബ്ലഷ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ബ്ലഷ് ഞാൻ കണ്ടമാനിടും. എല്ലാവരും എന്നെ കളിയാക്കുന്ന പോലെ ഞാൻ ഇടും. അടിച്ച പോലെയൊക്കെ ഇടും. ഒരു പ്രാവശ്യം ഇന്റേൺഷിപ്പിന് നിയമസഭയിൽ പോയപ്പം അവിടുത്തെ സെക്യൂരിറ്റി ചോദിച്ചിക്കനോട്, എന്താ മോളെ ആരെങ്കിലും അടിച്ചോ? അത്രയും ബ്ലഷ് ഇടും ഞാൻ. ഇതൊക്കെ രസമല്ല. ഓക്കെ, ഓക്കെ, ഇനി കഴിഞ്ഞു നമ്മളത്. നമുക്ക് ഡ്രസ്സ് മാറ്റാം. കമ്മലിടണം. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഇനി, എന്നിട്ട് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി. ഞാൻ ഇടുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറ്റി. ഞാൻ ഇടുന്നത്. അയ്യോ, കാണുന്നില്ല. അപ്പം ഇടുന്നത്. ഇത് ചുക്കി ചുളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഞാൻ പിന്നെ എടുത്ത് ഇട്ടതാണ്. കാരണം എനിക്ക് വയ്യ ഒരു ഇതാക്കി പോവാൻ. സോ അതുകൊണ്ടാണ്. എന്താ പറയാനുള്ള, ലിപ്സ്റ്റിക് അമ്മേനെ ഞാൻ എണീപ്പിക്കുന്നില്ല. ബിക്കോസ് ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കെ ബ്യൂട്ടീൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഒരു രസവുമില്ല.
മീൻസ് വേഗം പോവും. അതൊക്കെ ചുണ്ടിലിട്ടുന്നേ അറിയൂല. അതുകൊണ്ട് ഞാൻ ഇടാറില്ല ഇപ്പം. പക്ഷെ ഇപ്പം അമ്മ നീക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇതെടുത്ത്. ഓക്കെ, പിന്നെന്താ? ഓക്കെ, അപ്പം ഇത് തന്നെയാണ് ഡ്രസ്സ്. നമുക്കൊരു കമ്മലിട്ട് കൊടുക്കാം ആൻഡ് കുറച്ച് ലോഷൻ. ഇത് കുറച്ചിട്ട് കൊടുക്കാം നല്ല പേരിന്. ഇതൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും ഇടലില്ല, എപ്പോഴേലും കണ്ടായിരുന്നു. ഇതൊക്കെ അമ്മന്റെ ഗുഡ് മണം. നല്ല മണം, നല്ല മണം, നല്ല മണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എപ്പോഴേലും കണ്ടാലിടും, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐഡന്റിറ്റി കാർഡ്. ഇത് ഞാൻ മറന്നു പോകും. പോണമ്മ. പോണ്ടാന്ന്. ഓക്കെ, ഇത് ഞാൻ മറന്നു പോകും ഇവിടെ വെച്ചിട്ട്, അതിനെ കൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, നമുക്ക് മുടിയിൽ കുറച്ച് മുടി ഞാൻ നല്ല കുളിച്ചു, അതാണ് മുടി ഇങ്ങനെ വൃത്തിക്ക് നിൽക്കുന്നത്. എൻ്റെ മുടി വൃത്തിക്ക് നിൽക്കില്ല. അപ്പം ഇനി നമുക്ക് എന്താ, മുടിയിൽ കുറച്ച് സിറം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് സിറവും കഴിയാനായി, എൻ്റെ എല്ലാം കഴിയാനായി. റൂം നോക്കണ്ട, റൂം മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇടുക, വൃത്തിയാക്കലൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മുടി ഓക്കെ ഗൈസ്, ഇപ്പം മുടി നമ്മൾ ആക്കി, നമുക്ക് സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കാം. കുളിക്കാതൊക്കെ പോകുന്നില്ല ഗൈസ്. എൻ്റെ കമ്മല് കാണുന്നില്ലല്ലോ, പ്രശ്നം. ഇതിന് വലിയ കമ്മലിടണോ ചെറിയ കമ്മലിടണോ? ഏതിട്ടാലും എന്താ അല്ലേ. നമുക്ക് തൽക്കാലം വലിയ കമ്മലൊന്നും ഇടണ്ട. ആര് കാണാനാ? വലിയ കമ്മലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വലിയ കമ്മലൊന്നും ഇടുന്നില്ല. ഇത് സ്മോൾ കമ്മൽ മതി. മുടി അയച്ചിട്ടാലോ അല്ലേ, വൃത്തില്ലേ? മുടി നമുക്ക് അയച്ചിടാം. ഓക്കെ ഓക്കെ, അപ്പൊ മുടി അയച്ച ബുക്കൊന്നും ഇല്ലേ എൻ്റെ? ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊന്ന് ബാഗൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ, പിന്നെ ഈ വലിച്ച് വാരിയതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ മാറ്റി കഴിഞ്ഞു. ആൻഡ് ഞാനൊരു ക്രാബ് എടുത്ത് വെച്ചിരിക്കുന്നു, കാരണം മുടി കെട്ടും ഞാൻ അവിടെ ചെന്ന. ഇപ്പോഴത്തെ ഒരു ഷോയേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ബസ് കയറുന്നതിന് മുന്നേ തന്നെ ക്രാബ് കുത്തും. ബാഗ് മാറ്റണം ഗൈസ്, ബാഗ് കുറേ ആയി ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ബാഗാണെങ്കിൽ കുറച്ച് സ്കൂൾ കുട്ടികൾ ബസ് കയറുമ്പോൾ പൊട്ടിച്ചു, പിന്നെ ഇതാ ഉള്ളത്. അപ്പോൾ ഞാൻ ബാഗ് മേടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇതാണ് എൻ്റെ കോലം. ഞാൻ ഡ്രസ്സും കൂടി കാണിച്ചു തരാം. ബൈ ഗൈസ്. അപ്പം ബൈ. ഇനി നമുക്ക് കോളേജിൽ പോവാം. അതിന് ആദ്യം എന്തെങ്കിലും ചായ പോയി കുടിക്കണം. ചായ കുടിക്കുമ്പോൾ ഞാനൊരു സീരിയൽ കാണും, കാറ്റത്തെ കിളിക്കൂടെ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് അപ്പോഴേക്ക് പാക്ക പോലെ സമയമാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.